നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി തകർക്കാനുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ തുടക്കമായി. ചേർപ്പിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി. തകർത്ത കാറിൽ മയക്കുമരുന്ന്, 12 പേർ അറസ്റ്റ്. വെള്ളാർക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാർത്തകൾ വിശദമായി. വാടാനപ്പള്ളിയിൽ തോക്കുചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. നാട്ടുകാർക്ക് നേരെ തോക്കുചൂണ്ടി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിൽ ഇരട്ടക്കൊലപാതകം അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയടക്കം 3 പേർ അറസ്റ്റിൽ. വാടാനപ്പള്ളി തൃത്തല്ലൂർ വെസ്റ്റ് സ്വദേശി മേപ്പറമ്പിൽ വീട്ടിൽ 19 വയസ്സുള്ള ജുഗൽ തേജ്, പുളിയന്തുരുത്ത് സ്വദേശികളായ മണക്കാട്ടുപടി വീട്ടിൽ 20 വയസ്സുള്ള സാലി, 22 വയസ്സുള്ള അതുൽ കൃഷ്ണ എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച ജുഗൽ തേജിനെതിരെ കാപ്പ നിയമപ്രകാരമുള്ള കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് പുളിയന്തുരുത്ത് റോഡിൽ പുതിയ ദേശീയപാത 66 റോഡിന്റെ ജോലികൾ നടക്കുന്ന ഓവർ ബ്രിഡ്ജിന് സമീപം 2 മോട്ടോർ സൈക്കിളുകളിലായി എത്തിയ പ്രതികൾ മോട്ടോർ സൈക്കിൾ റേസ് ചെയ്ത് അനധികൃതമായി കൈവശം വെച്ചിരുന്ന പിസ്റ്റൾ നാട്ടുകാർക്ക് നേരെ ചൂണ്ടി സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. ജുഗൽ തേജിനെ കാപ്പ നിയമപ്രകാരം തൃശൂർ റവന്യൂ ജില്ലയിൽ നിന്ന് നാടുകടത്തിയിരുന്നതാണ്. ജുഗൽ തേജ് ഈ കേസ് കൂടാതെ ചാവക്കാട്, അന്തിക്കാട്, പാവറട്ടി, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലും 1 പോക്സോ കേസിലും 1 കവർച്ച കേസിലും 2 വധശ്രമ കേസിലും അടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വാടാനപ്പള്ളി CI ഷൈജു, SI മാരായ മുഹമ്മദ് റാഫി, ഷാഫി, ASI കാജ ഹുസൈൻ, CPOമാരായ ലാൽകുമാർ, ശ്രീജിത്ത്, സുരേഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി തകർക്കാനുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള തൃപ്പയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് 8 കോടി രൂപ പദ്ധതി അനുവദിച്ചിട്ടുള്ളതാണ്. എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്തതിന്റെ ഭാഗമായി 80 ലക്ഷം രൂപ കൂടി പദ്ധതിക്ക് ആവശ്യമായി വന്നിരുന്നു. ഈ തുക MLA മുഖേന ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. 80 ലക്ഷം രൂപയുടെ TS-ഉം AS-ഉം ലഭിച്ചാൽ ഉടൻ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഈ സമയത്താണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 40ഓളം ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് സ്ഥലം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ബസ്സുകൾ റോഡിലേക്ക് മാറ്റുന്നത് മൂലം അപകട സാധ്യത ഉണ്ടാകുമെന്നും യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും നാട്ടുകാരെയും ബുദ്ധിമുട്ടിക്കുന്നത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി തകർക്കുന്നതിനുമായുള്ള ഈ തീരുമാനത്തിനെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി 18-ാം തീയതി ബുധനാഴ്ച 4 മണിക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും തൃപ്പയാർ ബസ് സ്റ്റാൻഡിലേക്ക് LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് തൃപ്പയാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, സന്തോഷ് KK, പവിത്രൻ KR, LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർമാരായ KB ഹംസ, CS മണി തുടങ്ങിയവർ അറിയിച്ചു. കുറേയധികം വർഷങ്ങളായി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ടതും ബസ് സ്റ്റാൻഡായി പ്രവർത്തിക്കുന്നതാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഗീതാ ഗോപി MLA ആയിരുന്ന സമയത്ത് ഒരു ഘട്ടവും തുടർന്ന് CC മുകുന്ദനും ഉൾപ്പെടെ 8 കോടി രൂപ അതിൻ്റെ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 10% തുക കൂടി ഈ ബസ് സ്റ്റാൻഡിന്. കൈപ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് കൈപ്പമംഗലം പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പഞ്ചായത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവണം എന്നുള്ള നിവേദനം പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവർക്ക് ട്രസ്റ്റ് ഭാരവാഹികൾ കൈമാറി. CPT പ്രസിഡന്റ് നസീർ, വൈസ് പ്രസിഡന്റ് PA നാസർ, ട്രഷറർ TS മുസ്തഫ, വനിതാ രക്ഷാധികാരി നൂർജഹാൻ, TS നജീബ്, സജ്ന, റൂബി നാസർ തുടങ്ങിയവർ സംസാരിച്ചു. വനിതകളടക്കം നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഞങ്ങൾ ഇറക്കരുത്.
അടിയന്തരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും MLA-യും ഈ പഞ്ചായത്തിലുള്ള എല്ലാ വാർഡ് മെമ്പർമാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനൊരു LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ തുടക്കമായി. CC മുകുന്ദൻ MLA ജാഥ ക്യാപ്റ്റൻ AS ദിനകരൻ വൈസ് ക്യാപ്റ്റനും KK ജോബി മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് നിർവഹിച്ചു. രാജൻ പട്ടാട്ട് അധ്യക്ഷനായി. നേതാക്കളായ VS സുനിൽകുമാർ, PR വർഗീസ്, KR സീത, TS മധുസൂദനൻ, KP സന്ദീപ്, KM കിഷോർ കുമാർ, KM ജയദേവൻ, KM മോഹൻദാസ്, KK അനിൽ, UK ഗോപാലൻ, AK അനിൽകുമാർ, MK വസന്തൻ, KK രാജേന്ദ്രബാബു, ഷീല വിജയകുമാർ, TR മീര, EP അജയഘോഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് എടമുട്ടം കഴിമറം സ്കൂൾ, കോതകുളം ബീച്ച്, അരയങ്കുന്ന്, വലപ്പാട് ആശുപത്രി, പുതുകുളം ബസ് സ്റ്റാൻഡ്, തൃപ്പയാർ ബീച്ച് ഷാപ്പ് പരിസരം, പള്ളം ബീച്ച് റിസോർട്ട് പരിസരം, SNV UP സ്കൂൾ പരിസരം, കൈതക്കൽ, ത്രിവേണി, ഇടശ്ശേരി, പള്ളിമുക്കിലെ പര്യടനത്തിന് ശേഷം തളിക്കുളം സെന്ററിൽ ജാഥ സമാപിച്ചു. ഏകദേശം 778 കോടി രൂപയുടെ വികസനം നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോരോ വൃത്തപ്പറ്റി പരിശോധിക്കുമ്പോൾ ഞാൻ ചില വാക്കുകളാൽ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കടലോരമായി പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ്. കടലോരം എന്ന് പറയുമ്പോൾ പഴയകാലം മുതൽ തന്നെ ആ പ്രദേശത്തെ തൊഴിലാളി കുടുംബങ്ങളുമെല്ലാം VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് നാട്ടിക നിയോജക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ ഫെബ്രുവരി 19-ന് സ്വീകരണം നൽകുമെന്ന് വാർത്താ സമ്മേളനത്തിലൂടെ അധികൃതർ അറിയിച്ചു. സംസ്ഥാന പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് ഫെബ്രുവരി 19 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് തൃപ്പയാറിൽ സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കും. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. നാട്യ നിയോജക മണ്ഡലം സംഘാടക സമിതി ചെയർമാൻ അനിൽ പുളിക്കൽ അധ്യക്ഷനാകും. സംസ്ഥാനത്തെ പ്രമുഖ UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ അനിൽ പുളിക്കൽ, അഡ്വക്കേറ്റ് സുനിൽ ലാലു, K ഹാറൂൺ റഷീദ്, K ദിലീപ് കുമാർ, VR വിജയൻ എന്നിവർ അറിയിച്ചു. ബഹുമാനായ നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ചെയർമാനുമായ ശ്രീ VD സതീശൻ അവർ നയിക്കുന്ന സംസ്ഥാന ജാഥ പുതുയുഗ യാത്ര നാളെയും മറ്റന്നാളുമായി ഫെബ്രുവരി 18, 19 തീയതികളിൽ 2024-26 അധ്യയന വർഷത്തിലെ തളിക്കുളം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഏങ്ങണ്ടിയൂരിലെയും SBC സീനിയർ കേഡറ്റുകളുടെ പാസ്റ്റിംഗ് ഔട്ട് പരേഡ് ഫെബ്രുവരി 17 ചൊവ്വാഴ്ച GVHSS തളിക്കുളം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ 2 സ്കൂളുകളിൽ നിന്നുമായി 88 സീനിയർ കേഡറ്റുകൾ പങ്കെടുത്തു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ കേഡറ്റുമാരായ കുമാരി അഞ്ജന നന്ദൻ P പരേഡ് നയിച്ചു. പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ GVHSSലെ റാം മനോഹർ PM 4 പ്ലട്ടൂണുകളായി നടന്ന പ്രസ്തുത പരേഡിൽ 1ാം പ്ലട്ടൂണിന് തളിക്കുളം സ്കൂളിലെ മഹന മൊയ്തീനും, 2ാം പ്ലട്ടൂണിന് തളിക്കുളം സ്കൂളിലെ ആദിദേവും, 3ാമത്തെ പ്ലട്ടൂണിന് നാഷണൽ ഏങ്ങണ്ടിയൂരിലെ ശ്രീയയും, 4ാമത്തെ പ്ലട്ടൂണിന് നാഷണൽ സ്കൂളിലെ മുഹമ്മദ് CM തുടങ്ങിയവർ നയിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത മുഖ്യാതിഥിയായ പ്രസ്തുത ചടങ്ങിൽ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയകൃഷ്ണനും, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ബാബു വല്ലത്ത്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷാഫി യൂസഫ്, തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ് MS സജീഷ്, ഏങ്ങണ്ടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക ഷൈനി CS, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ആശ MA, തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക അബ്സത്ത് A എന്നിവർ സല്യൂട്ടുകൾ സ്വീകരിച്ചു. പരേഡിന് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO സുരേഖ്, തളിക്കുളം സ്കൂളിലെ മുൻ CPO KJ പ്രേംകുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചന്ദ്രാപിനി ശ്രീ കണ്ണനാകുളം മഹാദേവ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാവിലെ തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറാമന അനിൽ പ്രകാശ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭഗവാന് ഒറ്റക്കലശമടി ചടങ്ങുകൾക്ക് തുടക്കമായി. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ദേവസ്വം ഓഫീസർ T സുരേഷ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ക്ഷേത്ര പുനരുദ്ധാരണ സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും സന്നിഹിതരായി.
ക്ഷേത്രം തന്ത്രിയും ദേവസ്വം കമ്മീഷണറും ചേർന്ന് ക്ഷേത്രത്തിന്റെ ആദ്യ പുനരുദ്ധാരണ ചടങ്ങ് നിർവഹിച്ചു. ദേശത്തെ ഒരു മറ്റൊരു ശിവക്ഷേത്രം ഈ ഒരു തേജസ്സോട് കൂടിയിട്ടുള്ളത് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലെ ഒരുപാട് കാലമായിട്ട് ഭക്തരുടെയൊക്കെ ആഗ്രഹമായിട്ടുള്ള ആ പുനരുദ്ധാരണ യജ്ഞത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അത് എല്ലാ തവണയും പറയാറുള്ളത് പോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ സ്ഥൂല ശരീരം, ദേവൻ്റെ പുറത്തുനിന്ന് കാണുന്ന ശരീരമായിട്ട് ദേവൻ്റെ KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നിലയത്തിൽ നടന്ന വികസന സെമിനാർ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ് പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിതകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR ഹരി, ഷീബ സതീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അറിയാം, 96-ലാണ് നമ്മൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 30 വർഷക്കാലത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സ്വാഗതം ആശംസിച്ച കൂട്ടത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് നേടിയ നേട്ടങ്ങളെ സംബന്ധിച്ചും ആ കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടായി. വലിയ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മതിലകം ബ്ലോക്ക് 34ാമത് വാർഷിക സമ്മേളനം നടന്നു. SN പുരം പോള ഓഡിറ്റോറിയം നടന്ന സമ്മേളനത്തിന് മുന്നോടിയായി ബ്ലോക്ക് പ്രസിഡന്റ് CK ശംഖു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച് പതാക ഉയർത്തി. MLA ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി KU സുബ്രഹ്മണ്യൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി VN വിജയഗോപാൽ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുബ്രഹ്മണ്യൻ മാസ്റ്റർ ബ്ലോക്ക് റിപ്പോർട്ടും ട്രഷറർ VK അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കലാധരൻ M പവിഴം, KB ബീന, PA വയോർനിസ, R വിശ്വനാഥൻ, CV ഗ്രേസി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം AC ശ്രീധരൻ ഭരണാധികാരിയായി 2026-27 വർഷത്തേക്കുള്ള കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. തുടർന്ന് ബ്ലോക്ക് കലാ സാംസ്കാരിക സമിതിയുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. KSSPU കൈപ്പമംഗല യൂണിറ്റിലെ MD സന്തോഷ് മാസ്റ്ററുടെയും KB ബീന ടീച്ചറുടെയും നേതൃത്വത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. അതനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്ന തരത്തിലേക്ക് ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ടൈം അതിനുള്ളിൽ നിന്ന് കഴിയണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. മന്ത്രിസഭാ യോഗത്തിലുള്ള തീരുമാനം അനുസരിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത തീയതി പെൻഡിങ് നമുക്ക് കിട്ടും, അല്ലേ? കിട്ടുന്ന സംശയം പോലെ കിട്ടും. കഴിയണ്ട 3% അടുത്ത താന്യം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. CPM കബാലികരാൽ കൊല ചെയ്യപ്പെട്ട കൃപേഷ് ശരത് ലാൽ എന്നിവരുടെ രക്തസാക്ഷിത്വ ദിനാചരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടത്തി. പുഷ്പാർച്ചനയോടെ തുടങ്ങിയ അനുസ്മരണ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ് ആന്റണി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷൈൻ നാട്ടിക, യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ആഷിഖ് ജോസ്, രാനിഷ് കെ രാമൻ, ജോൺ, കർഷക കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു വടക്കൻ, റിജു കണക്കന്തറ എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 17 വൈകിട്ട് കാസർഗോഡ് കല്ലിയോട്ട് വെച്ച് വൈഷ്ണവിനെ അഭിനന്ദിച്ച് കോൺഗ്രസ് നാട്ടിക 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി. JEE മെയിൻ എക്സാമിനേഷനിൽ കേരളത്തിൽ 1ാം റാങ്കും ദേശീയതലത്തിൽ 25ാം റാങ്കും കരസ്ഥമാക്കിയ ENK വൈഷ്ണവിന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി അഭിനന്ദിച്ചു. നാട്ടികക്കാരുടെ അഭിമാനവും പുതുതലമുറയുടെ ആത്മവിശ്വാസവും റോൾ മോഡലുമാണ് ENK വൈഷ്ണവ് എന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. വൈഷ്ണവിന്റെ ഉന്നത വിജയത്തിനും ഭാവിക്കുമായി ഈ നാട് മുഴുവൻ കൂടെയുണ്ടെന്ന് സുനിൽ ലാലൂർ കൂട്ടിച്ചേർത്തു. 5ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വൈഷ്ണവിന്റെ അഭിനന്ദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുനിൽ ലാലൂർ. 5ാം വാർഡ് മെമ്പർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി PC മണികണ്ഠൻ, MV വിമൽ കുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സീന ഉണ്ണികൃഷ്ണൻ, സിന്ധു സിദ്ധപ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, KS ദിവാകരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വാനോളം ഉയർത്തുകയാണ്
വിജയേട്ടനും വിമലേട്ടനും ദിവാരേട്ടനും ഞാനും ഒക്കെ അറിയുന്ന ENR കൃഷ്ണേട്ടൻ്റെ പേരക്കുട്ടി വൈഷ്ണവ്. നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം മാനം മുട്ടെ ഉയർത്തുകയാണ് സുബിലയും സിദ്ദിഖും നിഷയും മണികണ്ഠനും സീനയും. പാലപ്പള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിലാണ് കാട്ടാന ഇറങ്ങി ഭീതി പരത്തിയത്. 1 മണിക്കൂറിലേറെ പാടിക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് ആന പാടിയിലെത്തിയത്. 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ആന ഇറങ്ങിയതറിഞ്ഞ് വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി. ഏത് സമയത്തും ആന വീടിനു നേരെ തിരിയുമെന്ന ആശങ്കയിലായ വീട്ടുകാർ സമീപത്തെ തോട്ടത്തിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. ഇതിനിടെ പാട്ടകൊട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനം വകുപ്പിന് അയച്ചു കൊടുത്തു. പിന്നീട് പാലപ്പള്ളിയിൽ നിന്ന് വനപാലകരെത്തിയാണ് ആനയെ കാടുകയറ്റിയത്. കൊമ്പഴിയിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കാട്ടാന ശല്യം തടയാൻ വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏതാനും ദിവസം മുമ്പേ പീച്ചി മയിലാട്ടുംപാറയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് മരിച്ചിരുന്നു. വെള്ളാർക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓമിനി വാനിന് തീപിടിച്ചു. ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആദൂർ മദ്രസ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഓട്ടുപാറ സ്വദേശി കേളമ്പുലാക്കൽ കുഞ്ഞുമോന്റെ ഓമിനി വാനിന് തീപിടിച്ചത്. കർട്ടൻ ബിസിനസ് നടത്തുന്ന വാഹനമായിരുന്നു. കാറിൽ ഡ്രൈവർ കുഞ്ഞുമോനെ കൂടാതെ 4 പേർ കൂടിയുണ്ടായിരുന്നു. സംഭവ സമയത്ത് കുഞ്ഞുമോൻ ഒഴികെ മറ്റുള്ളവർ പുറത്തിറങ്ങിയിരിക്കുകയായിരുന്നു. ഒതുക്കി നിർത്താനായി വാൻ പതുക്കെയാണ് ഓടിച്ചിരുന്നത്. ഈ സമയത്ത് വാനിന്റെ അടിയിൽ നിന്ന് തീ വരുന്നത് കണ്ട് ഡ്രൈവർ കുഞ്ഞുമോൻ ഇറങ്ങി ഓടി. ഉടൻ തന്നെ സമീപത്തെ വീട്ടിൽ നിന്നും നാട്ടുകാരുടെ സഹായത്താൽ മോട്ടോർ അടിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. പെരുമ്പിലാവിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ സംഭവത്തിൽ അൻസാർ ആശുപത്രിയിലും സ്കൂളിലും AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. അൻസാർ ആശുപത്രിക്ക് പുറമെ കുന്നംകുളം, ചങ്ങരംകുളം എന്നീ ആശുപത്രികളിലും ചികിത്സ തേടി വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. സ്കൂളിലെ കിണറിലെ വെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സ്കൂളിലെ കിണർ വെള്ളം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. കോലഴിയിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വിളപ്പായ സ്വദേശി ശങ്കരൻ നായർ മകൻ 62 വയസ്സുള്ള കുട്ടപ്പനാണ് മരിച്ചത്. അപകടം നടന്നയുടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ 3 പ്രതികളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊഴിയൂർ വടക്കുംപാട്ട് അദ്വൈത്, നീർക്കാട്ടിൽ അരുൺ കൃഷ്ണ, എളവള്ളിപ്പാറ ഏങ്ങടി ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം കഴക്കൂട്ടം പാങ്ങപ്പാറ സ്വദേശി മധുസൂദനൻ നായർ എന്ന സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് ഇവർ മർദ്ദിച്ചത്. ഞായറാഴ്ച രാവിലെ 11:30 സംഭവം. മേലൂർ ശാന്തിപുരത്ത് ചത്ത മയിലിനെ കണ്ടെത്തി. LP സ്കൂൾ പരിസരത്തെ ട്രാൻസ്ഫോർമറിനു സമീപത്ത് കഴിഞ്ഞ ദിവസമാണ് പെൺമയിലിനെ ചത്ത നിലയിൽ നാട്ടുകാർ കണ്ടത്. ഉടനെ പഞ്ചായത്ത് അംഗം MS ബിജു സ്ഥലത്തെത്തി ഏഴാറ്റുമുഖം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ വിവരമറിയിച്ചു. വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. 4 ആനകൾക്ക് എഴുന്നള്ളിപ്പിന് വിലക്ക്. ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, ചിറക്കൽ കാളിദാസൻ, ഊക്കൻസ് കുഞ്ചു, ചെറുപ്പുളശ്ശേരി രാജശേഖരൻ എന്നീ കൊമ്പന്മാർക്കാണ് ജില്ലാ കളക്ടർ അധ്യക്ഷനായ മോണിറ്ററിംഗ് കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയത്. തളിക്കുളത്തെ 16-കാരനെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. പുളിയന്തുരുത്ത് പുളിപ്പറമ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള അതുൽ കൃഷ്ണ, 16-കാരൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ ഉൾപ്പെട്ട നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയെ അപ്രഹെൻഡ് ചെയ്യുകയും ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കേസിനാസ്പദമായ സംഭവം. തളിക്കുളം പുതുക്കുളങ്ങര സ്വദേശി മുസ്ലിയാം വീട്ടിൽ 16 വയസ്സുള്ള നൌഫലിനെ സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്നതിനിടെ പ്രതികൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കമ്പി, ചെറിയ കത്തി, വാൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. പ്രതികൾ കമ്പി കൊണ്ടും കത്തി കൊണ്ടും കുത്താൻ ശ്രമിച്ചത് നൌഫൽ തടഞ്ഞെങ്കിലും കൂടെയുണ്ടായിരുന്ന നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി വാൾ ഉപയോഗിച്ച് നൌഫലിന്റെ തലയിൽ വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ നൌഫലിന് ഗുരുതരമായി പരിക്കേറ്റു. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി കാഞ്ഞാണിയിൽ 2 ആഴ്ച മുമ്പ് എന്തോ പ്രശ്നമുണ്ടാക്കി ഒളിവിൽ പോയപ്പോൾ പരാതിക്കാരനായ കുട്ടി കാണാൻ പോകാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം. വാടാനപ്പള്ളി CI ഷൈജു, SI മാരായ മുഹമ്മദ് റാഫി, ഷാഫി,
ASI ഖാജ ഹുസൈൻ, CPOമാരായ ലാൽകുമാർ, ശ്രീജിത്ത്, സുരേഖ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ചേർപ്പിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി. തകർത്ത കാറിൽ മയക്കുമരുന്ന്, 12 പേർ അറസ്റ്റിൽ. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ സ്ഫോടക വസ്തു എറിഞ്ഞ് 2 ആൾക്ക് പരിക്കേൽക്കുകയും കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിലും ആ കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്ത കേസിലുമായി 12 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയ കേസിൽ വല്ലച്ചിറ പെരിഞ്ചേരി സ്വദേശികളായ അവിലിശ്ശേരി വീട്ടിൽ ശരത്ത്, കൈപ്പങ്ങൽ വീട്ടിൽ കാളിദാസൻ, അവിലിശ്ശേരി വീട്ടിൽ അഭിഷേക്, വളയാട്ടിൽ വീട്ടിൽ സൂരജ്, വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശികളായ വടക്കൂട്ട് വീട്ടിൽ അജിത്ത്, പൊട്ടനാട്ട് വീട്ടിൽ സുമിത്ത്, അവണിശ്ശേരി സ്വദേശി പോട്ടയിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയും കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ കേസിൽ കണിമംഗലം പനമുക്ക് സ്വദേശികളായ അറക്കപ്പാടൻ വീട്ടിൽ ജസ്വിൻ, പരങ്ങാടൻ വീട്ടിൽ അല്ലൻ, കൊട്ടേക്കാട് വീട്ടിൽ അഖിൽ, ആളോത്ത് വീട്ടിൽ വൈശാഖ്, കണിമംഗലം വലിയാലുക്കൽ സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഹനീഷ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. തർക്കം തീർക്കാനെന്ന പേരിൽ പുഞ്ചരിപ്പാടം എന്ന സ്ഥലത്തേക്ക് ജസിനെയും സംഘത്തെയും വിളിച്ചു വരുത്തി എതിരാളികൾ സ്ഫോടക വസ്തു എറിയുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു സംഘത്തിന്റെ ഇന്നോവ കാർ വെട്ടിപ്പൊളിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. പ്രതികളെല്ലാം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാർ വെട്ടിപ്പൊളിക്കുകയും ചെയ്ത കേസിലും ആ കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെടുത്ത കേസിലുമായി 12 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയ കേസിൽ വല്ലച്ചിറ പെരിഞ്ചേരി സ്വദേശികളായ അവിലിശ്ശേരി വീട്ടിൽ ശരത്ത്, കൈപ്പങ്ങൽ വീട്ടിൽ കാളിദാസൻ, അവിലിശ്ശേരി വീട്ടിൽ അഭിഷേക്, വളയാട്ടിൽ വീട്ടിൽ സൂരജ്, വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശികളായ വടക്കൂട്ട് വീട്ടിൽ അജിത്ത്, പൊട്ടനാട്ട് വീട്ടിൽ സുമിത്ത്, അവണിശ്ശേരി സ്വദേശി പോട്ടയിൽ വീട്ടിൽ ആദിത്യൻ എന്നിവരെയും കാറിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയ കേസിൽ കണിമംഗലം പനമുക്ക് സ്വദേശികളായ അറക്കപ്പാടൻ വീട്ടിൽ ജസ്വിൻ, പരങ്ങാടൻ വീട്ടിൽ അല്ലൻ, കൊട്ടേക്കാട് വീട്ടിൽ അഖിൽ, ആളോത്ത് വീട്ടിൽ വൈശാഖ്, കണിമംഗലം വലിയാലുക്കൽ സ്വദേശി മടത്തിപ്പറമ്പിൽ വീട്ടിൽ ഹനീഷ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. തർക്കം തീർക്കാനെന്ന പേരിൽ പുഞ്ചരിപ്പാടം എന്ന സ്ഥലത്തേക്ക് ജസിനെയും സംഘത്തെയും വിളിച്ചു വരുത്തി എതിരാളികൾ സ്ഫോടക വസ്തു എറിയുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു സംഘത്തിന്റെ ഇന്നോവ കാർ വെട്ടിപ്പൊളിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കാർ പരിശോധിച്ചപ്പോഴാണ് അതിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടിയത്. പ്രതികളെല്ലാം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ചേർപ്പ് SHO MS ഷാജൻ, SI KS സുബിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കണ്ടശങ്കടവിൽ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു. മരിച്ചത് തൃത്തല്ലൂർ സ്വദേശി ചന്ദ്രബോസ്. തൃത്തല്ലൂർ കാളി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് കരീപ്പാടത്ത് 79 വയസ്സുള്ള ചന്ദ്രബോസ് ആണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് പുഴയിൽ ചൂണ്ടയിട്ടിരുന്നവരാണ് പടിഞ്ഞാറെ ഭാഗത്തെ പുഴയിൽ മൃതദേഹം ഒഴുകി നടക്കുന്നത് കണ്ടത്. യുവാക്കൾ വഞ്ചിയിൽ പോയാണ് മൃതദേഹം കരക്ക് കയറ്റിയത്. വിവരം അറിയിച്ചതോടെ വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചന്ദ്രബോസിനെ കാണാതായതോടെ വീട്ടുകാർ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് വീട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ വീട്ടിൽ നിന്ന് പുറത്തുപോയത്. LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് കഴിമ്പ്രം സ്കൂൾ പരിസരത്ത് സ്വീകരണം നൽകി. ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും സ്വാഗതം പറയുക. നമ്മുടെ LDFിന്റെ വികസന ജാഥയുടെ ജാഥാ ക്യാപ്റ്റൻ ബഹുമാനായ MLA കമുട്ടം മേഖലയ്ക്ക് വേണ്ടി താരാബാബു, പുകാസ കഴിമ്പ്രം വിജയൻ യൂണിറ്റിന് വേണ്ടി രാധാകൃഷ്ണൻ PT, CPIM 187 ബൂത്തിന് വേണ്ടി സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ചെറിയൊരു അസുഖം ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി തകർക്കാനുള്ള നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ നടപടിക്കെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് തൃപ്രയാറിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. LDF നാട്ടിക നിയോജക മണ്ഡലം വികസന സന്ദേശ ജാഥയ്ക്ക് വലപ്പാട് ചന്തപ്പടിയിൽ തുടക്കമായി. ചേർപ്പിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി. തകർത്ത കാറിൽ മയക്കുമരുന്ന്, 12 പേർ അറസ്റ്റ്. വെള്ളാർക്കാട് ആദൂരിൽ ഓടിക്കൊണ്ടിരുന്ന ഓമിനി വാനിന് തീപിടിച്ചു.
ഡ്രൈവർ ഇറങ്ങി ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.